കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
അവർ 40 ഏക്കർ സ്ഥലത്താണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. വെറും 80 കോടി രൂപയാണ് അവരുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. പക്ഷേ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടം ഏകദേശം 25,000 കോടി രൂപയുടെ നഷ്ടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നഷ്ടപരിഹാരം എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ ആണ് നമ്മൾ ഈ സമരസമിതിയായിട്ട് ഇടയുന്നത്. എനിക്ക് തോന്നുന്നത് നിലവിലുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊക്കക്കോളയ്ക്ക് അനുകൂലമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊക്കക്കോളയ്ക്ക് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ പിന്തുണ പ്രഖ്യാപിക്കുന്നു. കൊക്കക്കോള കമ്പനിയെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, അവരിവിടെ ഉണ്ടാക്കിയിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, അവരുടെ കമ്പനി പ്രവർത്തിച്ച മൂലമുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, പിന്നെ കാർഷികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, നിരവധി അങ്ങനെ പ്രത്യാഘാതങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ട്രിബ്യൂണൽ, പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ഉണ്ടാക്കണമെന്ന് ഉന്നതാധികാര സമിതി സർക്കാരിലേക്ക് ശുപാർശ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അത് 3 തവണ രാഷ്ട്രപതിക്ക് അയച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രിബ്യൂണലിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രോസിക്യൂഷൻ നടപടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നഷ്ടപരിഹാരം, ഇവരുണ്ടാക്കിയിട്ടുള്ള നഷ്ടപരിഹാരം നമുക്ക് നികത്തുകയും ചെയ്യാൻ പറ്റും. നികത്താൻ പറ്റില്ല. ഈ കൊക്കക്കോള കമ്പനി ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് 260 സംതിങ് കോടിയല്ല. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു 25,000 കോടി രൂപയുടെ എങ്കിലും നഷ്ടം അവരിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ 40 ഏക്കർ സ്ഥലത്താണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. വെറും 80 കോടി രൂപയാണ് അവരുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. പക്ഷേ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടം ഏകദേശം 25,000 കോടി രൂപയുടെ നഷ്ടം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വിവിധ തരത്തിലുള്ള നഷ്ടങ്ങളാണ്. അതിനെതിരായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സമരം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉന്നത അധികാര സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് വന്നിട്ടുള്ളത്. അത് പ്രാവർത്തികമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ട്രിബ്യൂണലിൽ നമുക്കത് ചോദ്യം ചെയ്യാനും ഈ ബാധിക്കപ്പെട്ട വിഷയങ്ങളിൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനും നമുക്ക് കഴിയും. ഏത് ഘട്ടത്തിലും ഈ സമരത്തിനൊരു പ്രതിസന്ധി വന്നിട്ടില്ല. മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു തടസ്സം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയഗതികളുള്ള പ്രഗത്ഭരായ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ പിന്തുണ ഇതിനുണ്ടായിരുന്നു. കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള വിവിധ സാമൂഹ്യ സംഘടനകൾ, NGOസിൻ്റെയൊക്കെ പിന്തുണ ഈ സമരത്തിനുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആളുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ സമരത്തിന് ഊടും പാവും നൽകിയെന്ന് പറയാം. അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും ഈ സമരത്തിൻ്റെ മുന്നോട്ട് പോക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് തന്നെ ഇല്ല. അതിൻ്റെ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. എൻ്റെ ഓർമ്മയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ പ്ലാച്ചിമട സമരത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പഠന റിപ്പോർട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്ലാച്ചിമട സമരത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആളുകൾ വന്നു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞാൻ ഏകദേശം പ്ലാച്ചിമട സമരം തുടങ്ങുന്നതിന് 3 മാസം മുമ്പ് തന്നെ പ്ലാച്ചിമടയിൽ സമരപ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായ ഒരാളാണ്. ഈ പല ഏകദേശം ഒരു 17-18 വർഷത്തോളം പ്ലാച്ചിമട ഐക്യദാർഢ്യ സമര സംസ്ഥാന ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 2 വർഷത്തിലധികം പ്ലാച്ചിമട സമരസമിതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിലൊന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്ലാച്ചിമടയിൽ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സംഘടനകളിൽ ഒന്ന് മാത്രമാണ്. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇടപെടലുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ധാരാളം പ്രസിദ്ധീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി വിഷയങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. സമരപ്രവർത്തനങ്ങളിലും പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ പ്ലാച്ചിമട സമരത്തിൽ അവരുടെ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഞാനിപ്പോൾ സമരസമിതിയിലോ സമര ഐക്യദാർഢ്യ സമിതിയിലോ ഇല്ലാത്തതിന് കാരണം ഞാൻ സമരസമിതിയായിട്ട് ഈ നിലവിലുള്ള സമരസമിതിയുടെ നിലപാടിൽ ഉള്ള പ്രശ്നമുണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ആ ഒരു വൈരുദ്ധ്യം 2022 ഈ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു അനിശ്ചിതകാല സമരം തുടങ്ങിയിരുന്നു. ആ സമരം തുടങ്ങുന്നതിന് മുൻപ് ഒരു കൺവെൻഷൻ, ഐക്യദാർഢ്യ കൺവെൻഷൻ പാലക്കാട് തൃപ്തി ഹാളിൽ വെച്ച് ഒരു കൺവെൻഷൻ നടത്തിയിരുന്നു. ആ കൺവെൻഷനിൽ ഈ ഉന്നതാധികാര സമിതി അംഗമായിട്ടുള്ള ഡോക്ടർ ഫെയ്സി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ആ സമ്മേളനത്തിൽ, ആ കൺവെൻഷനിൽ വെച്ചിട്ട് സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ വിളയോടി വേണുഗോപാൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ആ കാര്യം എന്ന് പറയുന്നത് ഈ നഷ്ടപരിഹാരം എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ ആണ് നമ്മൾ ഈ സമരസമിതിയായിട്ട് ഇടയുന്നത്. ഞാൻ അവിടെ വന്നിട്ട് ആ ഒരു കൺവെൻഷൻ കൂടിയത് എന്താണെന്ന് വെച്ചാൽ, കൺവെൻഷൻ കൂടിയത് കാരണം എന്താ വെച്ചാൽ കുറേ കാലമായി സമരം നിർജ്ജീവമായിട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട്. അത് നിർജ്ജീവമാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരസമിതിക്കുള്ളിലുള്ള ആളുകൾ തന്നെയുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾ. സമരം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സമരം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി എന്തെങ്കിലും സമരപരിപാടികൾ വേണം എന്ന് പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ഒരു സമരവും വേണ്ട സമരപ്രവർത്തനങ്ങളും വേണ്ട എന്ന് പറയുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ സമരസമിതിക്കുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഐക്യദാർഢ്യ സമിതി പ്രവർത്തകർക്ക് സമരസമിതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്യദാർഢ്യ സമിതിയിലെ പല ആളുകൾക്കും സമരം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോരാ എന്ന അഭിപ്രായമുള്ളവരാണ് ഈ ഐക്യദാർഢ്യ സമിതിയിലെ പല ആളുകൾക്കുള്ളത്. ഞാൻ ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന ജനറൽ കൺവീനർ കൂടിയാണ്. അപ്പോൾ ഐക്യദാർഢ്യ സമിതിയിലെ പല ആളുകൾക്കും പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ. ഈ സമരം ഇങ്ങനെ പോയാൽ പോരാ, കാരണം നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് നടപ്പിലാക്കണമെങ്കിൽ മന്ത്രിസഭ വീണ്ടും ഒരു നിയമസഭയിൽ പാസ്സാക്കിയിട്ട് അതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയിട്ട് രാഷ്ട്രപതിക്ക് വീണ്ടും അയച്ചു കൊടുക്കണം എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ സമരസമിതിയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് ശുഷ്കാന്തി കാണിക്കുന്നില്ല കുറച്ച് കാലമായിട്ട്. ഇത് 2022 ഈ സംഭവം. ഏകദേശം ഏപ്രിൽ മെയ്യോട് കൂടിയിട്ടാണ് ഈ സംഭവം നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറേ കാലങ്ങളായി, ഒരു 4-5 വർഷങ്ങളായിട്ട് വലിയ ശുഷ്കാന്തിയൊന്നും കാണിക്കുന്നില്ല. ഈ പ്ലാച്ചിമട സമരസമിതി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വിളയോടി വേണുഗോപാലിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് താല്പര്യക്കുറവുണ്ട്. നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അതിൽ പ്രകടമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറയുന്ന നഷ്ടപരിഹാരം അത് പ്രായോഗികമായിട്ട് നടക്കില്ല
അത് പ്രായോഗികമായിട്ട് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലാച്ചിമട സമരസമിതിയുടെ ലക്ഷ്യം എന്താണ്, ആവശ്യങ്ങൾ എന്താണ്? നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി ശാശ്വതമായി അടച്ചു പൂട്ടുക. അത് പൂട്ടി, ഒന്നാമത്തെ ആവശ്യം കഴിഞ്ഞു. സമരം വിജയിച്ചില്ലല്ലോ, വീണ്ടും 4 ആവശ്യങ്ങളുണ്ട്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ബാധിക്കപ്പെട്ട ഇരകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊക്കക്കോളയിൽ നിന്ന് ഈടാക്കി നൽകുക. അതാരാ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ചെയ്യണം. അത് നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനു വേണ്ടി എന്താണ്, ബില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. ബില്ല് പ്രാവർത്തികമാകണം. ബില്ലിൽ ആളുകൾ ആ ട്രിബ്യൂണലിലെ ആളുകൾ പരാതിപ്പെട്ടിട്ട് ആ ട്രിബ്യൂണൽ, അതായത് ട്രിബ്യൂണലും കോടതി, ആ കോടതിയിൽ ഒരു തീർപ്പുണ്ടാകണം. തീർപ്പുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കൊക്കക്കോള നഷ്ടപരിഹാരം കൊടുക്കണം. എന്നാലേ നഷ്ടപരിഹാരം കിട്ടും. അങ്ങനെയല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം, രണ്ടാമത്തെ ആവശ്യം. അപ്പോൾ സെയിം ടൈം നമ്മൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ആ ആവശ്യം മാറ്റിക്കളയണം. നഷ്ടപരിഹാരം നൽകി ഈ പ്ലാച്ചിമടയിലെ ബാധിക്കപ്പെട്ട ഇരകൾക്ക് നഷ്ടപരിഹാരം കൊക്കക്കോളയിൽ നിന്ന് ഈടാക്കി നൽകുക എന്നുള്ള നമ്മുടെ ആവശ്യമുണ്ടല്ലോ. ഒന്നുകിൽ ആ ആവശ്യത്തിന് മാറ്റി വെക്കണം, വെക്കണം. അല്ലെങ്കിൽ ഈ നഷ്ടപരിഹാരം പ്രായോഗികമല്ല എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ഇത് 3 വഴിയല്ലേ ഉള്ളൂ. ഒന്നുകിൽ ആവശ്യം മാറ്റി വെക്കണം, അല്ലെങ്കിൽ നിലപാട് മാറ്റണം, അല്ലെങ്കിൽ ആൾ മാറി നിൽക്കണം. ഈ 3 ആവശ്യങ്ങൾ ഞാൻ ആ യോഗത്തിൽ പറയേണ്ടി വന്നു. അതായത് പ്ലാച്ചിമട സമരസമിതി ചെയർമാനായിട്ടുള്ള വെളയോടി വേണുഗോപാൽ നമ്മൾ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം എന്താണ്? ആ ആവശ്യത്തിന് അത് പ്രായോഗികമല്ല എന്നുള്ള നിലപാട് പരസ്യമായി എടുത്താൽ അത് നമുക്ക് ദോഷമുണ്ടാക്കും. ഒന്നുകിൽ ആ ആവശ്യം വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ സമരസമിതി ചെയർമാൻ നിലപാട് മാറ്റണം. എന്താ നിലപാട്? നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ, കിട്ടുന്നവരെയും നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നുള്ള നിലപാട് എടുക്കണം. വേണ്ടിയോ? വേണം. അല്ലെങ്കിൽ സമരസമിതി ചെയർമാൻ സ്ഥാനത്ത് മാറി നിൽക്കണം. ഇതേ ഉള്ളൂ. ഇത് എൻ്റെ നിലപാട് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ഐക്യദാർഢ്യ സമിതിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് പറഞ്ഞാൽ ഈ ഐക്യദാർഢ്യ സമിതിയായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ പുതുശ്ശേരി ശ്രീനിവാസനുണ്ട്, മാരിയപ്പൻ നീളിപ്പാറയുണ്ട്, അമ്പലക്കാട് വിജയനുണ്ട്, പ്രമുഖരായ പല ആളുകളുമുണ്ട്. ഈ സമരത്തിൻ്റെ പ്രവർത്തകരുണ്ട്, സമര ഐക്യദാർഢ്യ പ്രവർത്തകരുണ്ട്. ഏകദേശം ഒരു 10-70 ആളുകളുണ്ട്. ഈ ആളുകൾ മുമ്പിൽ വെച്ച് നടന്ന സംഭവമാണ്. അങ്ങനെ ആണ് ഞാൻ ഈ ഐക്യദാർഢ്യ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിൽക്കുന്നത്. അങ്ങനെയാണ് നിൽക്കുന്നത്. അത് മുതൽ ആ കൺവെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പ്ലാച്ചിമട സമരത്തിൽ ഇൻവോൾവ് അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെച്ച ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ആൾ മാറണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേരിന് എന്താ ഇത് വെച്ചുകൊണ്ട് നടന്നിരുന്ന കാര്യം? അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിലവിലുള്ള കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൊക്കക്കോളയ്ക്ക് അനുകൂലമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊക്കക്കോളയ്ക്ക് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ പിന്തുണ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ പണിയെടുക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും അതിലെ ഉദ്യോഗസ്ഥന്മാരും പണത്തിൻ്റെ സ്വാധീനം കൊണ്ടോ മറ്റ് ദുസ്വാധീനങ്ങൾ കൊണ്ടോ കൊക്കക്കോളയ്ക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ റെയറായിട്ട് ചില ആളുകൾ, ഈ വിഭാഗങ്ങളിലെ റെയറായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ സത്യസന്ധമായി ഈ പ്ലാച്ചിമട ഇരകൾക്കൊപ്പം നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമരത്തിൻ്റെ ഗതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യതയില്ല, പൂർണ്ണമായിട്ടും ഇല്ല. കാരണം സമരസമിതിയാണ് അത് ഇനീഷ്യേറ്റീവ് ചെയ്യേണ്ടത്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സമരസമിതി മുന്നോട്ട് പോകുന്നില്ല, ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. എല്ലാ വർഷത്തിനും വാർഷിക ആഘോഷ പരിപാടികൾ നടത്തിയത് കൊണ്ട് ഇത് മുന്നോട്ട് പോവില്ല. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സർക്കാരിന് ഭീഷണിയായി മാറണം ഈ സമരം. ഈ സർക്കാരിൻ്റെ അധികാരത്തിന് ഭീഷണി സൃഷ്ടിക്കണം. ഉദാഹരണത്തിന് അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നുള്ള കക്ഷിക്ക്
അവരുടെ നിലപാടിന് വിരുദ്ധമായിട്ട് നമ്മളൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു ഭീഷണി, ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ, ശരിയായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ഷന് മുമ്പ്, ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പ് ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നടത്തുകയാണെങ്കിൽ ഈ കക്ഷികൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അവരുടെ പ്രകടന പത്രികയിൽ അത് അവർക്ക് പ്രകടമാക്കേണ്ടി വരും. ഈ പ്ലാച്ചിമട സമരത്തിൽ അവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരും. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം. അതിനൊരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഉണ്ടായാൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു താൽക്കാലിക സാഹചര്യത്തിൽ ഇതിനൊരു മാറ്റം വരുള്ളൂ. അത് ഉണ്ടാകാനുള്ള യാതൊരു പ്രവർത്തനവും സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. അതെന്താണ് കാരണം എന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ വിലയിരുത്തപ്പെടുന്ന കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരം മുന്നോട്ട് പോകാൻ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് താല്പര്യമില്ല എന്ന് വേണം കണക്കാക്കാൻ. പല കാരണങ്ങളുണ്ടാവും. ഇത് 10-23 വർഷം വളരെ നീണ്ടിട്ടുള്ള ഒരു സമരം. അതിൽ കൊക്കോള കമ്പനി അടച്ചുപൂട്ടി. ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഭൂഗർഭ ജലവിധാനത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആളുകളൊക്കെ ഒരു നോർമൽ കണ്ടീഷനിലൊക്കെ പോയിട്ടുണ്ട്. മരുഭൂമി ആയിട്ടുണ്ടെങ്കിലും, പ്ലാച്ചിമട മരുഭൂമി ആയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പരിസ്ഥിതി പുനഃസ്ഥാപനം ഒരു പരിധിവരെ ഒക്കെ നടന്നിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ ഉയർന്നിട്ടുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, പഴയൊരു തിരിച്ച് വരവിൻ്റെ പാതയിലാണ്. അപ്പോൾ അത് എന്ന് മാത്രമല്ല, നമുക്ക് ഈ സമരത്തിൻ്റെ കാര്യം പറഞ്ഞ് ആളുകൾ വരണ്ടേ, ബാധിക്കപ്പെട്ട ഇരകൾ സമരവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഉള്ള താല്പര്യം കൂടി വേണ്ടേ. അത് വളരെ കുറവാണ്. കുറച്ച് ന്യൂനപക്ഷം ആളുകൾക്ക് മാത്രമേ അത്തരം താല്പര്യങ്ങളുള്ളൂ. എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ആളുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക പറയുമ്പോൾ, പ്ലാച്ചിമട സമരം ആളുകൾക്ക് പലർക്കും മടുത്തു. എത്രയോ തവണ പ്ലാച്ചിമടയ്ക്ക് വന്നിട്ടുള്ള ആളുകളാണ്. പ്ലാച്ചിമട സമരം എന്ന് പറയുമ്പോൾ തന്നെ മടുക്കുന്ന ആളുകളാണ്. പലരും വരാൻ വിമുഖത കാണിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കൃത്യമായ കർശനമായിട്ടുള്ള ഒരു നിലപാട് സമരത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നുമില്ല. ഈ നഷ്ടപരിഹാരം കിട്ടിയിട്ടേ ഞങ്ങൾ ഈ സമരം നിർത്തുള്ളൂ, അല്ലെങ്കിൽ അതുവരെ നമ്മൾ സമരം മുന്നോട്ട് പോകും എന്ന് കാർക്കശ്യത്തോടു കൂടിയുള്ള ഒരു നിലപാടെടുക്കാൻ ഈ സമരസമിതിക്ക് കഴിയുന്നുമില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സമരം മുന്നോട്ട് പോകേണ്ട സാധ്യത വളരെ കുറവാണ്. അതിന് ഈ സമരസമിതിയിൽ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ ആളുകളുടെ പിന്തുണ കിട്ടുള്ളൂ. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ ഈ ഒരു രാഷ്ട്രീയം, പ്ലാച്ചിമടയുടെ ഈ രാഷ്ട്രീയ കക്ഷികൾ വെച്ച് പുലർത്തുന്ന ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കപ്പെടേണ്ടതുണ്ട്. അതിന് വ്യാപകമായിട്ടുള്ള കോറം മീറ്റിങ്ങുകൾ, പൊതുയോഗങ്ങൾ, വാഹന പ്രചരണ യാത്ര ഇതൊക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാ ജില്ലകളിലും നടത്തണം. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. അതിന് സമരസമിതി ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. അതിനു വേണ്ടിയുള്ള ശുഷ്കാന്തി കാണിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത് സമരത്തിൻ്റെ. നിയമപരമായി ഈ കൊക്കോകോള കമ്പനി പിൻവാങ്ങി, അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഈ ഇടതുപക്ഷ സർക്കാർ എന്തായാലും ചെയ്യില്ല. ഇനി വരുന്ന വേറെ ഏതെങ്കിലും കക്ഷികൾക്ക് മാത്രം അത് ചെയ്യാൻ കഴിയുള്ളൂ. BJP എത്രത്തോളം അതിന് അനുകൂലമായി നിലപാടെടുക്കുന്ന അറിയില്ല. UDF എത്രത്തോളം അതിന് അനുകൂലമായി നിലപാടെടുക്കുന്ന അറിയില്ല. അപ്പോൾ അതിന് രാഷ്ട്രീയ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടത്തി ഒരു അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കൂടെ നടത്തേണ്ടതുണ്ട്. ബഹുജന പ്രക്ഷോഭം എന്നുള്ള നിലയ്ക്ക് അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൂടി നടത്തിയെങ്കിൽ മാത്രമേ ഈ നഷ്ടപരിഹാരം എന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഈ പ്ലാച്ചിമട സമരത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് വാർഷിക ആഘോഷ പരിപാടികൾ നടത്തി ആചരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.